हिंदी वर्ल्ड में आप सबका स्वागत है. ഇപ്പോൾ നമ്മൾ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത ചോദ്യത്തിലോട്ട് കടന്നാലോ. അഗ്ഗേനെ ജൈനേന്ദ്ര കെ കിസ് ഉപന്യാസ് കാ അംഗ്രേസി മേ അനുവാദ് കിയ. ഇതാണ് ചോദ്യം. ആൻസർ ത്യാഗപത്രമാണ്. അപ്പോൾ ജൈനേന്ദ്രവുമായിട്ട് ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ മറ്റു ഉപന്യാസങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് അറിഞ്ഞിരിക്കാം. അദ്ദേഹത്തിൻ്റെ പേര് പൂർണ്ണമായി ജൈനേന്ദ്രകുമാർ എന്നാണ്. പിന്നെ മൂൾനാം ആനന്ദിലാൽ എന്നാണ്. അദ്ദേഹം ജനിച്ചത് 1905 അത് അലിഗഡിലാണ്. അദ്ദേഹത്തിൻ്റെ ഉപന്യാസങ്ങൾ നോക്കുകയാണെങ്കിൽ പരഖ്, സുനീത, ത്യാഗപത്ര, കല്യാണി, വിവർത്ത്, മുക്തിബോധ് ഇത്രയാണ് വരിക. പിന്നെ അദ്ദേഹത്തിൻ്റെ കഹാനി സംഗ്രഹങ്ങളാണ് ഫാസി, വാതായൻ, പിന്നെ നിബന്ധ സംഗ്രഹ് ജഡ്കി ബാത്ത്, മന്ഥൻ ആദി. പിന്നെ ജീവന് വരുന്നതാണ് അകാൽ പുരുഷ് ഗാന്ധി. അദ്ദേഹത്തിൻ്റെ ആദ്യ ഉപന്യാസ് പരഖാണ്. ഫാസി അദ്ദേഹത്തിൻ്റെ പെഹല കഹാനി സംഗ്രഹമാണ്. ചോദ്യം, സക്രിയ കഹാനി ആന്തോളൻ കാ സൂത്രവാദ് കിസ്നെ കിയ. എൻ്റെ ആൻസർ വരുന്നത് രാകേഷ് വത്സാണ്. ഇനി നമുക്ക് മറ്റ് കഹാനി ആന്തോളനും അതിൻ്റെ പ്രവർത്തകർ ആരൊക്കെയാണെന്ന് പഠിക്കാം. നൈ കഹാനി ലേഖക് ത്രയ് അതിൽ വരുന്നവരാണ് രാജേന്ദ്ര യാദവ്, മോഹൻ രാകേഷ്, കമലേശ്വർ. ആ കഹാനി ആന്തോളനിൽ എൻ്റെ പ്രവർത്തകമാണ് ഗംഗാ പ്രസാദ് വിമൽ. സചേതൻ കഹാനിയുടേത് മഹീത് സിംഗ് ആണ്. സഹജ് കഹാനിയിൽ അമൃത് റായ് വരുന്നു. സമാന്തർ കഹാനിയുടെ പ്രവർത്തക കമലേശ്വർ ആണ്. സക്രിയ കഹാനി ആന്തോളൻ്റെ പ്രവർത്തകർ രാകേഷ് വത്സ്. ജനവാദി കഹാനി ആന്തോളൻ്റെ പ്രവർത്തകർ ജനവാദി ലേഖക സംഘമാണ്. ഛായാവാദ ശബ്ദ കാ സർവപ്രഥം പ്രയോഗ് കിസ്നെ കിയ. അതിൻ്റെ ആൻസർ വരുന്നത് മുകുടധർ പാണ്ഡെയാണ്. പിന്നെ ഛായാവാദവുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഓൾറെഡി പറഞ്ഞതാണ്. അതുകൊണ്ട് ഛായാവാദിനെക്കുറിച്ച് വിവിധ വിദ്വാൻമാർ എന്താണ് പറഞ്ഞേക്കുന്നതെന്നാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. സമയസീമ അറിഞ്ഞിരിക്കുക. ഛായാവാദിൻ്റെ 1918 തൊട്ട് 36 വരെയാണ്. മുകുടധർ പാണ്ഡെ ശാരദാ പത്രികയിൽ നിബന്ധിലാണ് ഛായാവാദം എന്ന് പറയുന്ന വേർഡ് ആദ്യമായിട്ട് ഉപയോഗിച്ചത്. പിന്നെ സാഹിത്യ ഘടിപോലിയുടെ സ്വർണ്ണയുഗം എന്ന് അറിയപ്പെടുന്നുണ്ട്. രാമചന്ദ്ര ശുക്ല എന്താണ് പറഞ്ഞതെന്ന് കേട്ടോക്കാം. ഛായാവാदी शब्द का प्रयोग 2 अर्थों में समझना चाहिए. एक तो रहस्यवाद के अर्थ में जहाँ उसका संबंध काव्य वस्तु से होता है, अर्थात जहाँ कवि उस अनंत और अज्ञात प्रियतम को आलम्बन बनाकर अत्यंत चित्रमयी भाषा में प्रेम का अनेक प्रकार से व्यंजन करता है. ഛായാവാദ शब्द का दूसरा प्रयोग काव्य शैली या पद्धति विशेष के व्यापक अर्थ में है. ഇനി നന്ദദുലാരെ വാജ്പേയി എന്താണ് പറഞ്ഞേക്കുന്നത് നോക്കാം. प्रकृति के सूक्ष्म किंतु व्यक्त सौंदर्य में आध्यात्मिक छाया का भान मेरे विचार से ഛായാവാദ की एक सर्वमान्य व्याख्या होनी चाहिए. ഇനി ജയശങ്കർ പ്രസാദിൻ്റെ കഥനാണ്. जब वेदना के आधार पर स्वानुभूतिमय अभिव्यक्ति होने लगी तब हिंदी में उसे ഛായാവാദ नाम से अभिहित किया गया. ഇനി നഗേന്ദ്രൻ്റെ എല്ലാവർക്കും അറിയാവുന്ന ഒരു പരിഭാഷയും കൂടെ പറയാണ്. സ്ഥൂൽ കെ പ്രതി സൂക്ഷ്മ കാ വിദ്രോഹ ഛായാവാദ ഹെ. ചോദ്യം, അശ്വഘോഷ് കെ സൗന്ദർ നന്ദ് സെ പ്രേരിത് ഹോക്കർ ലിഖാ ഗയ നാടക കോൺസാ ഹെ. എൻ്റെ ആൻസർ വരുന്നത് ലഹരോം കാ രാജഹംസ്. നമുക്കറിയാം ലഹരോം കാ രാജഹംസ് ആരുടെ നാടകമാണെന്ന്. മോഹൻ രാകേഷിൻ്റെ നാടകമാണ്. അപ്പോൾ ആഷാഢ് കാ ഏക് ദിൻ, ലഹരോം കെ രാജഹംസ്, ആധേ അധൂരെ ഇതെല്ലാം മോഹൻ രാകേഷിൻ്റെ നാടകമാണ്. ഇനി ആഷാഢ് കാ ഏക് ദിൻ എന്ന് പറയുന്നത് 1958 പബ്ലിഷ്ഡ് ആയതാണ്. അതിൻ്റെ കഥാപാത്രങ്ങൾ അംബിക, മല്ലിക, കാളിദാസ്, ദന്തുല്, മാതുല്, വിലോമ്, പ്രിയ ഗുമഞ്ജരി ആദിയാണ്. ഇനി ഇതെന്ന് പറയുന്നത് കവി കാളിദാസിൻ്റെ ജീവിതത്തിൽ ആധാരിതമായിട്ടുള്ളതാണ്. പിന്നെ ലഹരോം കാ രാജഹംസിൻ്റെ വർഷം 1963. അതിലെ കഥാപാത്രങ്ങൾ നന്ദ്, സുന്ദരി, അൽക്ക, നിഹാരിക, ശശാങ്ക്, ഭിക്ഷു, ആനന്ദ ആദിയാണ്. ഇനി ആധേ അധൂരെ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് വളരെ ഫേമസ് ആയിട്ടുള്ള നാടകമാണ്. അത് 1969 ആണ്. പിന്നെ അതിലെ കഥാപാത്രങ്ങൾ മഹേന്ദ്രനാഥ്, സിംഘാനിയ, ജഗമോഹൻ, സാവിത്രി, ബിന്നിയൊക്കെയാണ് വരുന്നത്. ഇതിൽ സ്ത്രീ പുരുഷ സംബന്ധവും ദാമ്പത്യ സംബന്ധിൻ്റെ ഘോക്കലേപ്പനൊക്കെയാണ് മുഖ്യമായിട്ട് വരുന്നത്. പിന്നെ പൈരോൻ തല്ലേ സമീൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അധൂര നാടകമാണ് ഒരെണ്ണം. ചോദ്യം, नई कविता के प्रतिमान किसकी रचना है?
ആൻസർ നാംവർ സിംഗ് ആണ്. ഇനി നാംവർ സിംഗുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹം വാരണാസി ഉത്തർപ്രദേശിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള ആലോചകമാണല്ലോ ഫേമസ് ആയിട്ട്, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ കുറച്ച് രചനകൾ സൂചിപ്പിക്കാം. आधुनिक साहित्य की प्रवृत्तियाँ छायावाद, इतिहास और आलोचना, कहानी नई कहानी, कविता के नए प्रतिमान, दूसरी परंपरा की खोज, वाद विवाद संवाद, कहना न होगा, ആലോചക കെ മുഖസെ ആദി. പിന്നെ ഇദ്ദേഹത്തിന് സാഹിത്യ അക്കാദമി അവാർഡൊക്കെ 1971 കിട്ടിയിട്ടുണ്ട്. അടുത്ത ചോദ്യം, ശ്രീറാം വർമ്മ കിസ് സപ്തക് കെ കവി ഹെ? എൻ്റെ ആൻസർ വരുന്നത് ചൗദാ സപ്തകാണ്. ഏതെങ്കിലും ഒരു സപ്തകം എന്തായാലും ചോദിക്കും. താരസപ്തക് കെ കവി അഗ്യേയ്, മുക്തിബോധ്, ഗിരിജാകുമാർ മാഥുർ, പ്രഭാകർ മാച്വേ, ഭരത് ഭൂഷൺ അഗ്രവാൾ, നേമിചന്ദ്ര ജൈൻ, രാംവിലാസ് ശർമ്മ. ഇനി ദൂസരെ സപ്തകിൻ്റെ കവി വരുന്നത് രഘുവീർ സഹായ്, ധർമ്മവീർ ഭാരതി, നരേഷ് മെഹത്ത, ശംഷേർ ബഹാദൂർ സിംഗ്, ഭവാനി പ്രസാദ് മിശ്ര, ശകുന്തള മാഥുർ, ഹരിനാരായൺ വ്യാസ്. ഇനി തീസരെ സപ്തകിൻ്റെ കവികളാണ് കീർത്തി ചൗധരി, പ്രയാഗ് നാരായൺ ത്രിപാഠി, കേദാർനാഥ് സിംഗ്, കുംവർ നാരായൺ, വിജയദേവ് നാരായൺ സാഹി, സർവേശ്വർ ദയാൽ സക്സേന, മദൻ വാത്സ്യായൻ. ഇനി ചൗദേ സപ്തകിൻ്റെ കവികളാണ് അവധേഷ് കുമാർ, രാജ്കുമാർ കുംഭജ്, സ്വദേശ് ഭാരതി, നന്ദകിഷോർ ആചാര്യ, സുമൻ രാജെ, ശ്രീറാം വർമ്മ, രാജേന്ദ്ര കിഷോർ. ചോദ്യം, നയി കവിതാ പത്രിക കെ സമ്പാദക് കോൺ ഥേ? എൻ്റെ ആൻസർ വരുന്നത് ജഗദീഷ് ഗുപ്ത ആണ്. ഇനി നമുക്ക് ഛായാവധത്തർ കാലിലുള്ള പ്രമുഖമായിട്ടുള്ള പത്രപത്രികകളുടെ സമ്പാദകൊക്കെ നോക്കാം. അപ്പം ഞാനിത് ഓർഡറിൽ കൊടുത്തേക്കുന്നത് ആദ്യം പത്രികയുടെ പേര്, പിന്നെ അതിൻ്റെ എഡിറ്റർ, പിന്നെ എവിടെ നിന്നാണ് അത് പ്രകാശിതമായതുള്ളതെന്ന്. അപ്പോൾ ആദ്യം നോക്കാം. പ്രതീക് പത്രിക, അഗ്ഗയാണ് സമ്പാദക്, ദില്ലി സെ. പിന്നെ നെക്സ്റ്റ് കാദംബനി, അത് രാജേന്ദ്ര അവസ്ഥയാണ് സമ്പാദക്, അതും ദില്ലിയിൽ നിന്നാണ്. അടുത്തത് ധർമ്മയുഗ്, അതിൻ്റെ സമ്പാദക് ധർമ്മവീർ ഭാരതിയാണ്, അത് മുംബൈയിൽ നിന്നാണ്. സാരിക എഡിറ്റർ കമലേശ്വറാണ്, അതും ദില്ലിയിൽ നിന്നാണ്. സാപ്താഹിക് ഹിന്ദുസ്ഥാനുണ്ട്, അതിൻ്റെ സമ്പാദക് മനോഹർ ശ്യാം ജോഷിയാണ്, അതും ദില്ലിയിൽ നിന്നാണ്. പിന്നെ ഹംസ്, അത് രാജേന്ദ്ര യാദവ് സമ്പാദക്, ദില്ലിയിൽ നിന്ന് തന്നെ. പിന്നെ ഗംഗ സമ്പാദക് കമലേശ്വറാണ്, അതും ദില്ലിയിൽ നിന്ന് തന്നെ. പിന്നെ വർത്തമാൻ സാഹിത്യ എഡിറ്റർ ധനഞ്ജയ് ആണ്, അത് ഇലഹബാദിൽ നിന്ന് തന്നെ. അടുത്തത് ആലോചന എന്ന് പറയുന്ന പത്രിക, അത് എഡിറ്റർ നാംവർ സിംഗ് ആണ്, അതും ദില്ലിയിൽ നിന്ന് തന്നെ. അടുത്ത ചോദ്യം, കേരൾ സത്സൈ കിസ്കി രചന ഹെ? അപ്പോൾ എൻ്റെ ആൻസർ, ഇത് നമ്മുടെ കേരളത്തിലുള്ള ഹിന്ദി സാഹിത്യത്തിനെ ബേസ് ചെയ്ത് വന്നതാണ്. എൻ്റെ ആൻസർ കെ വാസുദേവൻ പിള്ളയാണ്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം കേരള ഹിന്ദി പ്രചാര സഭയുടെ സംസ്ഥാപകമാണ്, പിന്നെ രാഷ്ട്രവാണി പത്രികയുടെ സമ്പാദകമായിരുന്നു. ഈ ത്രിഭാഷാ സാപ്താഹിക പത്ര ഹിന്ദിയിലും മലയാളത്തിലും തമിഴിലുമായിട്ട് ഇറങ്ങിയിരുന്നു. ഈ രാഷ്ട്രവാണി എന്ന് പറയുന്നത് അതിൻ്റെ ആ പത്രികയുടെ അകത്ത് ഇദ്ദേഹത്തിൻ്റെ സ്വപ്ന, പ്രേം കെ പത്ര, സ്വാഗത്, കോൺഗ്രസി നേത, സമാജ്വാദി നേത എന്നിങ്ങനെ ഹെഡിങ്ങിൽ കുറേ നിബന്ധകൾ അദ്ദേഹത്തിൻ്റെ പബ്ലിഷ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വെച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.